സർജിക്കൽ സ്റ്റെറിലൈസേഷൻ ഓഫ് ബർത്ത് കൺട്രോൾ, ശസ്ത്രക്രിയയിലൂടെയുള്ള ജനന നിയന്ത്രണം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ സ്വാഭാവികമായും ആർട്ടിഫിഷ്യലായിട്ടും നടത്തുന്ന ജനന നിരക്കിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും സ്ത്രീകളിലും പുരുഷന്മാരിലും നടത്തുന്ന സർജിക്കലായിട്ടുള്ള ബർത്ത് കൺട്രോൾ മെത്തേഡിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തേത് ട്യൂബെക്ടമി. സ്ത്രീകളിൽ നടത്തുന്ന ഒരു സർജിക്കൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സാണ് ട്യൂബെക്ടമി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ എ പെർമനന്റ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. സ്ഥിരമായി ഗർഭധാരണം ഒഴിവാക്കാനുള്ള ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സാണ് ട്യൂബെക്ടമി എന്ന് പറയുന്നത്. ദിസ് സർജിക്കൽ പ്രൊസീജിയർ ഈസ് പെർഫോംഡ് ഓൺ വുമൺ ഇൻ whom fallopian tubes are blocked, preventing the ova or the eggs from passing to the uterus. ഫാലോപ്പിയൻ ട്യൂബിൽ നിന്നും, അതായത് ഓവേറിയൻ ഫോളിക്കിൽ നിന്നും ഓവം മെച്ചുറായി ഫാലോപ്പിയൻ ട്യൂബിൽ വഴി യൂട്രസിലേക്ക് ഓവം എത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശസ്ത്രക്രിയയാണ് ട്യൂബെക്ടമി എന്ന് പറയുന്നത്. ദാറ്റ് പ്രിവെൻറ്റ് ഫെർട്ടിലൈസേഷൻ therefore does not takes place in the uterus. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ യൂട്രസിൽ വെച്ച് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബിൽ വെച്ച് ഒക്കെ നടക്കാതെ വരികയും സ്ഥിരമായിട്ട് പ്രഗ്നൻസി ഒഴിവാക്കി കിട്ടാനായിട്ട് നടത്തുന്ന സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ട്യൂബെക്ടമി എന്ന് പറയുന്നത്. രണ്ടാമത്തത് വാസെക്ടമിയാണ്. ഇറ്റ് ഈസ് എ സർജിക്കൽ ഓപ്പറേഷൻ കണ്ടക്റ്റഡ് ഓൺ മെയിൽസ്. It is a type of sterilization contraception that is permanent. പുരുഷന്മാരിൽ ഗർഭധാരണം ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ശസ്ത്രക്രിയ രീതിയാണ് വാസെക്ടമി എന്ന് പറയുന്നത്. In order to prevent sperm from entering the ejaculate and thus prevent fertilization, the male vas deferens are served and then ലോക്ക്ഡ് ഓർ സീൽഡ്. ഇവിടെ വാസെക്ടമി എന്ന ശസ്ത്രക്രിയയിൽ ടെസ്റ്റിസിൽ ഉണ്ടാകപ്പെടുന്ന സ്പേമുകൾ വാസ് ഡിഫറൻഷ്യ എന്ന ട്യൂബിലൂടെ ആണ് പിന്നീട് യൂറിട്രയിൽ, അതായത് ഇജാക്കുലേഷൻ പ്രോസസ്സിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നും റിലീസ് ചെയ്ത് യൂറിട്രയിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ടെസ്റ്റിസിൽ ഉണ്ടാക്കപ്പെടുന്ന സ്പേം പുറത്തേക്ക് വരുന്ന വാസ് ഡിഫറൻഷ്യ എന്ന 2 ട്യൂബുകൾ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ വേർപെടുത്തുകയോ ചെയ്യുന്ന ബർത്ത് കൺട്രോൾ മെത്തേഡിനെയാണ് വാസെക്ടമി എന്ന് പറയുന്നത്. ഇതൊരു പെർമനന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. അതായത് ഒരിക്കൽ ഈ ഒരു ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു വ്യക്തിക്ക് സ്പേം ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ സാധ്യമാക്കുന്ന ഒന്നല്ല. അതുപോലെ തന്നെ മെയിലിൽ നടത്തുന്ന മറ്റൊരു ശസ്ത്രക്രിയ രീതിയാണ് വാസ് ഓക്ലൂസീവ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. വാസ് ഓക്ലൂസീവ് കോൺട്രാസെപ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് മെയിൽ കോൺട്രാസെപ്ഷൻ ദാറ്റ് ബ്ലോക്സ് സ്പേം ട്രാൻസ്പോർട്ട് ഇൻ ദ വാസ് ഡിഫറൻസ് ദ ട്യൂബ്സ് ദാറ്റ് ക്യാരി സ്പേം ഫ്രം എപ്പിഡെമിക്സ് ടു ദ ഇജാക്കുലേറ്ററി ഡക്ട്സ്. അതായത് ടെസ്റ്റിസിൽ നിന്നും സ്പേം പുറത്തേക്ക് വന്ന് വാസ് ഡിഫറൻസിലൂടെ പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന ഈ ട്യൂബിൻ്റെ തടസ്സമുണ്ടാക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡാണ് വാസ് ഒക്ലൂസീവ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബീയിങ് യൂസ്ഡ് ഇൻ ചൈന. ചൈനയിലാണ് വളരെ വ്യാപകമായിട്ട് ഇത്തരം ഒരു ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. പൊട്ടൻഷ്യൽ മെത്തേഡ് ഇൻക്ലൂഡ് ക്ലിപ്സ്, പ്ലഗ്സ്, വാൽസ്, പോളിമേഴ്സ്, ഹൈഡ്രോജെൽസ് ആൻഡ് അതർ ഡിവൈസസ്. പലതരത്തിൽ ഇങ്ങനെ വാസ് ഡിഫറൻഷ്യ എന്ന ട്യൂബിൽ, അതായത് സ്പേം ടെസ്റ്റിസിൽ നിന്നും യൂററ്റിലേക്ക് എത്തിക്കുന്ന ട്യൂബിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതികളുണ്ട്. ചൈനയിൽ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ക്ലിപ്പ് ഉപയോഗിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്ലഗോ അല്ലെങ്കിൽ വാഡ്സോ പോളിമറോ ഹൈഡ്രോ ജെൽസോ തുടങ്ങിയ ഡിവൈസുകളൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ സ്പേമിൻ്റെ ഫ്ലോ തടയാനായിട്ട് കഴിയും. ഈ ട്രീറ്റ്മെൻറ്റാണ്
വാസ് ഓക്ലൂസീവ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. Then termination of pregnancy or abortion. When a pregnant woman's pregnancy ends its own, that is called miscarriage. ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ അതിൻ്റെ പ്രഗ്നൻസി ഒഴിവാക്കുന്ന സാഹചര്യത്തെയാണ് അബോർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്പോണ്ടേനിയസ് അബോർഷൻ. ഇങ്ങനെ സ്ഥിരമായിട്ട് പ്രഗ്നൻ്റ് ആകുക, അത് സ്ഥിരമായിട്ട് നഷ്ടപ്പെടുക അല്ലെങ്കിൽ വൂമ്പിൽ നിന്നും പുറത്തേക്ക് പോവുക എന്നുള്ള കണ്ടീഷനെ സ്പോണ്ടേനിയസ് അബോർഷൻ എന്ന് പറയുന്നു. വെൻ എ വുമൺ ചൂസസ് ടു എൻഡ് ഹെർ പ്രഗ്നൻസി ഇറ്റ് ഈസ് കാൾഡ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. നിർബന്ധമായും അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഗ്നൻസി ഒഴിവാക്കാൻ വേണ്ടിയെടുക്കുന്ന നടപടിയെ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയുന്നു. അബോർഷൻസ് ആർ പെർഫോംഡ് അപ് ടു ദ 24th വീക്ക് ഓഫ് പ്രഗ്നൻസി. അബോർഷൻ സാധ്യമാകുന്നത് 24ാമത്തെ ആഴ്ച വരെയുള്ള കുഞ്ഞിൻ്റെ വളർച്ചയെ അബോർഷനിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദർ ആർ 2 types ഓഫ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. 2 തരത്തിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ സാധ്യമാണ്. ഒന്നാമത്തത് മെഡിക്കൽ അബോർഷൻ. എ മെഡിക്കൽ അബോർഷൻ ഈസ് എ അബോർഷൻ കോസ്ഡ് ബൈ മെഡിസിൻ. ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ഇൻ ദ ഫസ്റ്റ് 10th വീക്ക് ഓഫ് പ്രഗ്നൻസി. മരുന്നുകളുടെ സഹായത്താൽ അബോർഷൻ നടത്തുന്നതിനെയാണ് മെഡിക്കൽ അബോർഷൻ എന്ന് പറയുന്നത്. 10 ആഴ്ച വരെയുള്ള വളർച്ചയുള്ള കുഞ്ഞിൻ്റെ വളർച്ചയെ നമുക്ക് അബോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് മെഡിക്കൽ അബോർഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് മെഡിക്കൽ അബോർഷൻസ് യൂസസ് മെഡിസിൻസ് കാൾഡ് മിഫ്പ്രിസ്റ്റോൺ. മിഫ്പ്രിസ്റ്റോൺ എന്ന് പറഞ്ഞ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് 10 ആഴ്ച വരെയുള്ള കുഞ്ഞിൻ്റെ വളർച്ചയെ യൂട്രസിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. അതിനുപയോഗിക്കുന്നത് മിഫ്പ്രിസ്റ്റോൺ എന്ന മരുന്നാണ്, ഗുളികയാണ്. ദിസ് ഈസ് എ പിൽ ദാറ്റ് ബ്ലോക്സ് പ്രൊജസ്ട്രോൺ, എ ഹോർമോൺ നീഡ് ഫോർ പ്രഗ്നൻസി. അതായത് പ്രഗ്നൻസി കണ്ടിന്യൂസ് ആയിട്ട് നിലനിന്ന് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഹോർമോണായ പ്രൊജസ്ട്രോണിൻ്റെ ഉൽപ്പാദനം പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിർത്തുകയും അങ്ങനെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധ്യമാകാത്ത അവസ്ഥ ഉണ്ടാവുകയും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച അവിടെ ബ്ലോക്ക് ആവുകയും അബോർഷൻ നടക്കുകയും ചെയ്യുന്നു. ഇറ്റ് കോസസ് ദ ലൈനിങ് ഓഫ് ദ വൂംബ്, ദാറ്റ് ഈസ് യൂട്രസ്, ടു ബിക്കം തിൻ ആൻഡ് ബ്രേക്ക് ഡൗൺ. ഇങ്ങനെ മിഫ്പ്രിസ്റ്റോൺ എന്ന മരുന്ന് അല്ലെങ്കിൽ ഗുളിക കഴിക്കുന്നതോടെ യൂട്രസിൻ്റെ ലൈനിങ്, ഇൻട്രാ യൂട്രൈൻ വാള് കനം കുറയും, തിന്നായി മാറുകയും അത് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. യൂട്രൈൻ വാളിലാണ് ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് അല്ലെങ്കിൽ ഓവും സ്പേമും തമ്മിൽ ഫെർട്ടിലൈസ് ഉണ്ടായ എഗ്ഗ് പറ്റിപ്പിടിച്ച് വളരുന്നത്. അപ്പോൾ യൂട്രൈസിൻ്റെ ഈ വാള് തന്നെ അല്ലെങ്കിൽ ഭിത്തി തന്നെ വളരെ തിന്നായി കനം കുറഞ്ഞു ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് വളരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് പൊട്ടിപ്പോവുകയും അങ്ങനെ അബോർഷൻ നടക്കുകയും ചെയ്യും. അല്ലെങ്കിൽ മെൻസ്ട്രൽ പീരീഡ് പോലെയുള്ള ബ്ലീഡിങ് നടക്കുകയും ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അതർ മെഡിസിൻസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ഇൻക്ലൂഡ് methotrexate, misoprostol, prostaglandins or combination of these medicines. ഇങ്ങനെ മിസോപ്രോട്ടോൾ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, മിത്തോടെക്സ്ട്രേറ്റ് എന്ന വിവിധ തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് 10 ആഴ്ച വരെ വളർച്ച പൂർത്തിയായ ഒരു എഗ്ഗിനെ നമുക്ക് അബോർട്ട് ചെയ്ത് കളയാൻ സാധിക്കും. ഇനി രണ്ടാമത്തത് സർജിക്കൽ അബോർഷനാണ്. സർജിക്കൽ അബോർഷൻ ഈസ് വെൻ എ ഡോക്ടർ പെർഫോംസ് എ പ്രൊസീജിയർ ടു റിമൂവ് ലൈനിങ് ഓഫ് വൂംബ്. യൂട്രസിൻ്റെ അകത്തെ ലൈനിങ് ഒരു സർജറിയുടെ സഹായത്താൽ അല്ലെങ്കിൽ ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യുന്നതിനെയാണ് സർജിക്കൽ അബോർഷൻ എന്ന് പറയുന്നത്. ദർ ആർ 2 കോമൺ പ്രൊസീജിയേഴ്സ്. ഒന്നാമത്തത് മാനുവൽ വാക്വം ആസ്പിറേഷൻ MVA, ഡൈലേഷൻ ആൻഡ് ഇവാക്യുവേഷൻ D&E. ഇങ്ങനെ സർജിക്കൽ അബോർഷനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബോത്ത് പ്രൊസീജിയേഴ്സ് യൂസ് സക്ഷൻ ടു എംപ്റ്റി ദ വോംബ്. 2 പ്രൊസീജിയറുകൾ 2 രീതികളിലും, അതായത് MVAയിലും D&Eയിലും സക്ഷൻ, അതായത് വലിച്ചെടുക്കുക എന്ന പ്രോസസ്സിലൂടെയാണ് യൂട്രസ് എംപ്റ്റി ആക്കുന്നത്, അതായത് യൂട്രസിൻ്റെ അകത്തുള്ള ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ നീക്കം ചെയ്യുന്നത്. MVA യൂസസ് എ ഹാൻഡ് ഹെൽഡ് ടൂൾ
ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ MVA മെത്തേഡിനെ ഒരു കൈകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഈ യൂട്രസിനകത്ത് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന ഈ എഗ്ഗിനെ അല്ലെങ്കിൽ ഈ ഫെർട്ടിലൈസ്ഡ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആദ്യകാലത്തുള്ള വളർച്ച ഘട്ടത്തെ സർജിക്കൽ, അതായത് കൈകൾ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് സക്ക് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. MVA ഈസ് യൂഷ്വലി ഡൺ ഇൻ ഫസ്റ്റ് 12 വീക്സ് ഓഫ് പ്രഗ്നൻസി. 12 ആഴ്ച വരെ പൂർത്തിയായ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെ നീക്കം ചെയ്യുന്നത് MVA എന്ന മെത്തേഡിലൂടെ സാധ്യമാണ്. D&E can be done after the first month of pregnancy and before the end of 20th week. ആദ്യത്തെ ഒരു മാസത്തിന് ശേഷവും 20 ആഴ്ചയ്ക്ക് മുൻപുള്ള വളർച്ച പൂർത്തിയായ കുഞ്ഞിനെ ഗർഭാശയത്തിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന സർജിക്കൽ അബോർഷനാണ് D&E എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ഡ്യൂറിങ് ദ സെക്കൻഡ് ട്രൈമെൻസ്റ്റർ. അതായത് 2 മുതൽ 3 മെൻസ്ട്രൽ പീരീഡിന് അകത്തുള്ള കാലയളവിലാണ് ഇത്തരത്തിലുള്ള സർജിക്കൽ അബോർഷൻ സാധ്യമാകുന്നത്. ആർ അബോർഷൻസ് സേഫ്? അബോർഷൻ എപ്പോഴും സേഫ് ആണോ? വെൻ ഡൺ ബൈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഓർ സെക്കൻഡ് ട്രൈമെൻസ്റ്റേഴ്സ്, ബോത്ത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ അബോർഷൻസ് ആർ ജനറലി വെരി സേഫ്. ഒരു പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സർജൻ്റെ സഹായത്താൽ സെക്കൻഡ് ട്രൈമെസ്റ്റേഴ്സ്, അതായത് 2 മുതൽ 3 ഓവുലേഷൻ പീരീഡ് അല്ലെങ്കിൽ ഓവുലേറ്ററി പീരീഡിനകത്ത് അല്ലെങ്കിൽ 20 ആഴ്ച വരെ പ്രായമായ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ നിന്ന് നീക്കുന്നത് ഒരു പ്രൊഫഷണലായിട്ടുള്ള ആളുടെ സഹായത്താലാണ് നീക്കം ചെയ്യുന്നതെങ്കിൽ അത് ജനറലി വെരി സേഫ് എന്നാണ് പറയുന്നത്. ഒരു പരിധി വരെ നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാൻ കഴിയും. സീരിയസ് കോംപ്ലിക്കേഷൻസ് ആർ റെയർ. ഇത്തരത്തിലുള്ള പ്രൊഫഷണലായിട്ടുള്ള ആളുടെ സഹായത്താൽ നടത്തുന്ന അബോർഷൻസ് വളരെ സേഫാണ്. കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും. അബോർഷൻ ജനറലി ഡസ് നോട്ട് റെഡ്യൂസ് എ വുമൻസ് എബിലിറ്റി ടു ഗെറ്റ് പ്രഗ്നൻറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഒരിക്കലും പിന്നീട് പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത ഒന്നും തന്നെ ഇത്തരം അബോർഷൻ പ്രോസസ്സിലൂടെ ഉണ്ടാകുന്നില്ല. അതായത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഈ അബോർഷൻ നടത്തിയതിന് ശേഷം ഒരു സ്ത്രീക്ക് പ്രഗ്നൻ്റ് ആകുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് അർത്ഥം. വുമൺ മേ ഫീൽ മെനി ഡിഫറെൻറ്റ് ഇമോഷൻസ് ആഫ്റ്റർ അബോർഷൻസ്. ഒരു അബോർഷന് ശേഷം ഒരു സ്ത്രീക്ക് പലതരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടാകാം, സച്ച് ആസ് ഗ്രീഫ്, റിലീഫ്, ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. ഈ 3 പ്രധാനമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗ്രീഫ് ഉണ്ടാകാം, റിലീഫ് ഉണ്ടാകാം, ഹാപ്പിനെസ് ഉണ്ടാകാം, സാഡ്നെസ് വിഷമം ഉണ്ടാകാം, റിഗ്രറ്റ് ചെയ്യാം തുടങ്ങി ഉള്ള ഫീലിങ്സ് ഡിപ്പെൻഡൻ്റ് ആണ് ഏത് സാഹചര്യത്തിലാണ് ഒരു വുമൺ പ്രഗ്നൻ്റ് ആയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അബോർഷന് അത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങൾ എന്ന് പറയാൻ ചിലപ്പോൾ പ്രത്യാഘാതങ്ങളാകാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം, സന്തോഷമുണ്ടാകാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള വേദനയുണ്ടാകാം, അല്ലെങ്കിൽ വെറുപ്പുണ്ടാകാം തുടങ്ങിയ ഏത് ഫീലിംഗ് വേണമെങ്കിലും ഇത്തരത്തിൽ പ്രഗ്നൻസിക്ക് ശേഷം, അബോർഷൻ നടന്നതിന് ശേഷം ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു വ്യക്തിയുടെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ മനോനില അനുസരിച്ച് എപ്പോഴും അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. മദർ തെരേസയുടെ അഭിപ്രായത്തിൽ അബോർഷൻ കിൽ ട്വൈസ്. ഇറ്റ് കിൽസ് ദ body of the baby and kills the conscience of the mother. Abortion is profoundly anti-woman. 3/4 of its victims are women, half the babies and all the mothers. അപ്പോൾ സർജിക്കലായിട്ടുള്ള ബർത്ത് കൺട്രോൾ മെത്തേഡിനെ കുറിച്ചുള്ള ക്ലാസ്സിനെക്കുറിച്ചുള്ള സംശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.